എല്ലാ കുട്ടികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്നെൽ നിയമം പഠിച്ചു അല്ലേ? അതുമായി സ്നെൽ നിയമം നമ്മൾ പഠിച്ചത് ഒരു ഗ്ലാസ് ലാബിലൂടെയുള്ള പ്രകാശത്തിൻ്റെ അപവർത്തന പാതയൊക്കെ ചിത്രീകരിച്ചതിന് ശേഷമാണ് സ്നെൽ നിയമം പഠിച്ചത്. നോട്ട്ബുക്കിൽ ഒരു ഗ്ലാസ് ലാബിലൂടെയുള്ള പ്രകാശത്തിൻ്റെ അപവർത്തന പാത ചിത്രീകരിച്ചുകൊണ്ട് വരാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എല്ലാവരും ചിത്രീകരിച്ച് കാണുമല്ലോ. അങ്ങനെ വരയ്ക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ അത് വരയ്ക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ പേജ് നമ്പർ 105 ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 105 ചിത്രം 5.2 അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ വരയ്ക്കണം, എല്ലാവരും വരയ്ക്കണം. വരച്ച് അപവർത്തന രശ്മിയുടെ പാത വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് അതിന് വ്യത്യാസം വരുന്നത്, അതുപോലെ തന്നെ അപവർത്തന കോൺ ഏതാണ്, പതന കോൺ ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം. അപ്പോൾ എന്താണ് സ്നെൽ നിയമം? അപവർത്തന നിയമങ്ങളിലാണ് സ്നെൽ നിയമം വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അപവർത്തന നിയമങ്ങൾ പറയാമോ? അപവർത്തന നിയമങ്ങൾ ഏതൊക്കെയെന്ന് പറയാമോ? ഒന്നാമത്തെ നിയമം ഏതാണ്? പതന കോണും അപവർത്തന കോണും പതന ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന ലംബവും ഒരേ തലത്തിലായിരിക്കും അല്ലേ? Angle of incidence, angle of refraction and the normal to the point of incidence are in the same plane. രണ്ടാമത്തെ എന്താണ്? Sine of the angle of incidence, the ratio of sine of the angle of incidence to the sine of the angle of refraction always a constant. This is known as Snell's law. Sin I by sin R is equal to a constant and this constant is known as a refractive index. അപ്പോൾ രണ്ടാമത്തെ നിയമം എന്താണ്? സ്നെൽ നിയമമാണ്. എന്താണത്? സൈൻ ഐ ബൈ സൈൻ ആർ, സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദി സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു എൻ, വേർ എൻ ഈസ് കോൾഡ് ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇവിടെ സൈൻ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഈ സൈൻ എന്ന് പറയുന്ന എഴുതുമ്പോൾ എസ് സ്മോൾ ലെറ്റർ വേണം എഴുതാനായിട്ട്. ചിലർ ക്യാപിറ്റലൊക്കെ എഴുതുന്നതായിട്ട് ശ്രദ്ധിച്ചു. അപ്പോൾ എസ് സ്മോൾ വേണം എഴുതാനായിട്ട് സൈൻ എന്ന് എഴുതുമ്പോൾ. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു എൻ എന്നുള്ളതാണ് സ്നെൽ നിയമം. എൻ വേർ എൻ ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എൻ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് പേജ് നമ്പർ 107 ടേബിൾ 5.3 സൈൻ ഐ ബൈ സൈൻ ആർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സൈൻ ഐ ബൈ സൈൻ ആർ അതായത് പ്രകാശരശ്മി ലൈറ്റ് റേ വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുന്ന അവസരത്തിൽ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കണ്ടുപിടിച്ചു. അതിനുശേഷം സൈൻ ഐയും സൈൻ ആറും കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ റേഷ്യോ എടുത്തു സൈൻ ഐ ബൈ സൈൻ ആർ. അവിടെ ആ സൈൻ ഐ ബൈ സൈൻ ആർ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? നിങ്ങൾക്ക് ആ ടേബിൾ കാണാൻ പറ്റും. സ്ക്രീനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ടേബിൾ 5.3 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ 5.3 തന്നെ നിങ്ങൾക്ക് സ്ക്രീനിലോട്ട് ഇപ്പോൾ കാണാനായിട്ട് പറ്റും. സൈൻ ഐ ബൈ സൈൻ ആർ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? എത്രയാണ്? 1.5 ആണ് അല്ലേ? 1.5. അപ്പോൾ ഈ 1.5 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എന്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്? ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. കാരണം പ്രകാശം വരുന്നത് വായുവിൽ നിന്നാണ് ഗ്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആണ് 1.5. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു 1.5 ആണ് നമുക്ക് കിട്ടുന്നത് വാല്യൂ. അത് അതിൻ്റെ ആ മീഡിയത്തിൻ്റെ ഗ്ലാസ് എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഈ കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മാധ്യമങ്ങളിലെ പ്രകാശവേഗവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ വായുവിൽ പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേക വേഗമുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ്സിലും വ്യത്യസ്തമാണ്. പ്രകാശവേഗം എന്ന് പറയുന്നത് വായുവിലെ ഇതിന് തുല്യമല്ല, വ്യത്യസ്തമായിട്ടുള്ള പ്രകാശവേഗമാണുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും പ്രകാശവേഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ചിത്രത്തിലേക്ക് നോക്കൂ.
ചിത്രത്തിലിവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു പ്രകാശരശ്മി വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുന്നതിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. പ്രകാശരശ്മി വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുന്നു. ലൈറ്റ് റേ പാസസ് ഫ്രം എയർ ടു ഗ്ലാസ്. അപ്പോൾ മീഡിയം ഒന്നെന്ന് പറയുന്നത് മീഡിയം 1, ഇവിടെ മാധ്യമം 1 പറയുന്നത് വായുവാണ്. മാധ്യമം 2 ഏതാണ്? ഗ്ലാസ്സാണ്. മീഡിയം 1-ൽ മാധ്യമം 1-ൽ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് v1 ആണ്. മീഡിയം 2-ൽ സ്പീഡ് എന്ന് പറയുന്നത് v2 ആണ്. v2. മീഡിയം 1 എയർ ആണ്, മീഡിയം 2 ഗ്ലാസ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് v1/v2 കണ്ടുപിടിക്കാം. ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. v1/v2 എല്ലാവർക്കും അറിയാം. വായുവിലെ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയെന്ന് എല്ലാവർക്കും അറിയാം. എത്രയാണ്? വായുവിലെ ലൈറ്റിൻ്റെ സ്പീഡ് 3 × 10⁻⁸ m/s ആണ്. നേരത്തെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ഡേറ്റയാണ്. 3 × 10⁻⁸ m/s ആണ്. ഗ്ലാസ്സിലെ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? അതെ, 2 × 10⁻⁸ m/s ആണ്. അപ്പോൾ ഇവിടെ v1/v2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ v1/v2 കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? v1/v2 ഈസ് ഈക്വൽ ടു 3 × 10⁻⁸ ഡിവൈഡഡ് ബൈ 2 × 10⁻⁸. അപ്പോൾ വാല്യൂ എത്ര കിട്ടും? 3/2 എന്ന് കിട്ടും. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് വായുവിലെയും ഗ്ലാസ്സിലെയും പ്രകാശവേഗങ്ങളുടെ റേഷ്യോ ആണ് കണ്ടുപിടിച്ചത്. v1/v2 കണ്ടുപിടിച്ചു. അപ്പോൾ v1/v2 കണ്ടുപിടിച്ചപ്പോഴും എത്രയാണ് വന്നത്? 1.5 ആണ് വന്നത്. നേരത്തെ നമ്മൾ sin A/sin R കണ്ടുപിടിച്ചു. അപ്പോഴും നമുക്ക് എത്രയാണ് കിട്ടിയത്? 1.5 ആണ് കിട്ടിയത്. അപ്പോൾ v1/v2 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? sin A/sin R ഈക്വലാണ്. sin A/sin R എന്ന് പറയുന്നത് എന്താണ്? അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. വായുവിനെ അപേക്ഷിച്ചുള്ള ഗ്ലാസിൻ്റെ അപവർത്തനാങ്കമാണ് sin A/sin R റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് 1.5 ആണ് കിട്ടിയത്. ഇവിടെ v1/v2 കണ്ടുപിടിച്ചപ്പോഴും എത്ര തന്നെ കിട്ടി? 1.5 തന്നെ കിട്ടി. അപ്പോൾ നമുക്കെന്ത് പറയാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? മീഡിയങ്ങളിലെ മാധ്യമങ്ങളിലെ വേഗങ്ങളുടെ മാധ്യമത്തിലെ പ്രകാശത്തിൻ്റെ വേഗങ്ങളുടെ റേഷ്യോ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ നമ്മളിവിടെ എടുത്തത് വായുവിലെ പ്രകാശവേഗത്തെ എന്ത് ചെയ്തു? ഗ്ലാസ്സിലെ പ്രകാശവേഗം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മൾ 1.5 എന്ന് പറയുന്നത് ഗ്ലാസിൻ്റെ അപവർത്തനാങ്കമാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആണ് അല്ലേ. ഒരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള മറ്റൊരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കമാണ് ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ മീഡിയം 1 മാധ്യമം 1 എന്ന് പറയുന്നത് വായുവാണ്. മാധ്യമം 2 എന്ന് പറയുന്നത് ഗ്ലാസ്സാണ് അല്ലേ. 2 മാധ്യമങ്ങളുണ്ട്. അപ്പം ഗ്ലാസിൻ്റെ അപവർത്തനാങ്കമാണ് നമ്മളിവിടെ കിട്ടിയത്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദി ഫസ്റ്റ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ്. അതായത് വായുവിനെ അപേക്ഷിച്ചുള്ള ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം, അല്ലെങ്കിൽ ഒന്നാമത്തെ മാധ്യമത്തെ അപേക്ഷിച്ചുള്ള രണ്ടാമത്തെ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കമാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് n21 എന്നാണ്. എങ്ങനെയാണ്? n21 എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? n21 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദി ഫസ്റ്റ്. അപ്പോൾ ഇവിടെ 2 മീഡിയങ്ങളാണുള്ളത്, വായുവും ഗ്ലാസുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്ലാസിൻ്റെ അപവർത്തനാങ്കമാണ് നമുക്ക് കിട്ടുന്നത് വിത്ത് റെസ്പെക്ട് ടു എയർ. n21 റെപ്രസെൻറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. അപ്പോൾ n21 നമുക്കിവിടെ കിട്ടി. n21 എത്രയാണ് കിട്ടിയത്? 1.5 എന്നാണ് കിട്ടിയത്. മാധ്യമങ്ങളുടെ റേഷ്യോ മാധ്യമങ്ങളിൽ കൂടിയുള്ള വേഗങ്ങളുടെ റേഷ്യോ എടുത്തപ്പോൾ നമ്മൾ v1/v2 ആണ് കണ്ടുപിടിച്ചത് അല്ലേ. v1/v2 കണ്ടുപിടിച്ചപ്പോഴാണ് 1.5 എന്ന് കിട്ടിയത്. അപ്പോൾ നമുക്കെങ്ങനെ എഴുതാം? n21 ഈസ് ഈക്വൽ ടു v1/v2 എന്ന് എഴുതാം. n21 ഈസ് ഈക്വൽ ടു v1/v2. n21 ഈസ് ഈക്വൽ ടു v1/v2. ഓക്കെ. അപ്പോൾ n21 ഈസ് ഈക്വൽ ടു v1/v2 ആണ്. n21 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദി ഫസ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം നമ്മൾ അങ്ങനെ എഴുതും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദി ഫസ്റ്റ് n21 എന്നാണ് എഴുതിയത്. n21 ഈസ് ഈക്വൽ ടു v1/v2 എന്ന് നമ്മൾ എഴുതി വെച്ചു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. നോക്കൂ, n21 ഈസ് ഈക്വൽ ടു v1/v2 എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദി സെക്കൻഡ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദി സെക്കൻഡ് മീഡിയം എങ്ങനെ എഴുതാം? അതെ, അങ്ങനെയാണ് എഴുതുന്നത്. n12 എന്ന് എഴുതാം. n12
n12 ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? n12 ഈസ് ഈക്വൽ ടു v2 ബൈ v1. n12 ഈസ് ഈക്വൽ ടു v2 ബൈ v1. ദാറ്റ് ഈസ് n12 ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയം. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലും നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ആണ് n21. n21 ഈസ് ഈക്വൽ ടു v1 ബൈ v2 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് മീഡിയം n12 ആണ്. അത് ഈസ് ഈക്വൽ ടു n12 ഈസ് ഈക്വൽ ടു v2 ബൈ v1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മാധ്യമവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്, അല്ലേ? ഒരു മാധ്യമവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ആസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു അനദർ മീഡിയം ഈസ് കോൾഡ് ആസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. Refractive index of a medium with respect to another medium is known as relative refractive index. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ആസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ രണ്ട് മാധ്യമങ്ങളുടെ ഒരു മാധ്യമത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മറ്റൊരു മാധ്യമവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ n21 എന്ന് പറയുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. n21 കണ്ടുപിടിക്കാനായിട്ട് n21 ഈസ് ഈക്വൽ ടു v1 ബൈ v2 ആണ്. n12 ആകുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? v2 ബൈ v1 എന്നാണ് വരുന്നത്. ഇനി നമ്മൾ സാധാരണ ഒരു മാധ്യമത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. എന്താണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ദാറ്റ് ഈസ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്വം. വാക്വവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം കണ്ടുപിടിച്ചാൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിച്ചാൽ അതിന് നമ്മൾ പറയുന്നത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് n കൊണ്ടാണ്. n അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ n. അപ്പോൾ n നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? വാക്വവുമായിട്ട്, അല്ലേ? വാക്വവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വാക്വത്തിലെ പ്രകാശത്തിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് എയറിലുള്ള അതേ സ്പീഡ് തന്നെയാണ്, ഏകദേശം അതേ സ്പീഡാണ്, അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. വാക്വത്തിലെയും എയറിലെയും സ്പീഡ് ഓഫ് ലൈറ്റ് അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് n കണ്ടുപിടിക്കാനായിട്ട് n ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? n ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഓർ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പോൾ മാധ്യമത്തിലെ ഒരു വാക്വത്തിലെ പ്രകാശവേഗത്തെ മാധ്യമത്തിലെ പ്രകാശവേഗം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാധ്യമത്തിലെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ അറിയാം. അതുപോലെ തന്നെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനും പഠിച്ചു കഴിഞ്ഞു. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് n21 n12 റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അല്ലേ? n21 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദി ഫസ്റ്റ്. n12 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി n12 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദി സെക്കൻഡ് മീഡിയമാണ്. വിവിധ മാധ്യമങ്ങളിലെ പ്രകാശവേഗം നിങ്ങൾക്കറിയാം. ശൂന്യതയിലെ പ്രകാശവേഗം അറിയാം. അതായത് എയറിലെ പ്രകാശവേഗവും ശൂന്യതയിലെ പ്രകാശവേഗവും ഏകദേശം തുല്യമാണ്. അതുപോലെ തന്നെ ഗ്ലാസ്സിലെ പ്രകാശവേഗം അറിയാം. ജലത്തിലെ പ്രകാശവേഗം അറിയാം. ഡയമണ്ടിലെ പ്രകാശവേഗം അറിയാം. ഇതൊക്കെ നേരത്തെ തന്നെ നിങ്ങളുടെ ഒരു ടേബിളിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ്. ഇതുപയോഗിച്ചുകൊണ്ട്, ഈ ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ജലത്തിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ജലത്തിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് ജലത്തിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ കഴിയുക? എങ്ങനെ കണ്ടുപിടിക്കാം? ഏത് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ജലത്തിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക? n ഈസ് ഈക്വൽ ടു, അല്ലേ? n ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. അതാണ് ജലത്തിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്.
സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ എത്രയാണ്? 2.25 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? ആൻസർ എത്രയാണ് വരുന്നത്? 1.33 എന്നാണ് ആൻസർ വരുന്നത്. എത്രയാണ്? 1.33. അപ്പോൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കാം. വാട്ടറിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്ക്രീനിൽ കാണുന്നില്ലേ? നമ്മൾ എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പോൾ 3/2.25 എന്ന് വരും. 3/2.25 അല്ലേ? 3/2.25 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ എത്ര കിട്ടും? ആൻസർ 1.33 എന്നാണ് കിട്ടുന്നത് അല്ലേ? 1.33. ഇതാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു വാക്വം ആണ്, അല്ലെങ്കിൽ എയർ ആണ് അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു എയർ ഓർ വാക്വം ആണ് അതെന്ന് പറയുന്നത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. കാരണം അങ്ങനെ പറയാൻ കാരണം വാക്വത്തിലെയും എയറിൻ്റെയും സ്പീഡ്, വാക്വത്തിലെയും എയറിലെയും ലൈറ്റിൻ്റെ സ്പീഡ് അപ്രോക്സിമേറ്റ്ലി സെയിം ആണെന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ടിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താൻ കഴിയുമോ? എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കൂ. ഡയമണ്ടിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അങ്ങനെ കണ്ടെത്താൻ. ഡയമണ്ടിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഡയമണ്ടിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇക്വേഷൻ ഉണ്ട്. ഇതേ ഇക്വേഷൻ തന്നെയാണ് അല്ലേ? ഏത് ഇക്വേഷൻ ആണെന്ന് പറയാമോ? ഡയമണ്ടിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അറിയാം, എല്ലാവർക്കും അറിയാം. എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഡിവൈഡഡ് ബൈ ഡയമണ്ടിലെ സ്പീഡ് എത്രയാണ്? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളുണ്ട്, സ്പീഡ് കൊടുത്തിരിക്കുന്ന ടേബിളുണ്ട്. ആ ടേബിളിലേക്ക് നോക്കിയാൽ മതി. ഡയമണ്ടിൻ്റെ അല്ലെങ്കിൽ വജ്രത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1.25 ആണ് അല്ലേ? 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 1.25. അപ്പോൾ എത്ര കിട്ടും? ആൻസർ വരുന്നത് എത്രയാണ്? 2.4 ആണ്. 2.4 എന്നാണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് ദ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. 2.4 ഈസ് ദ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട്. ഡയമണ്ടിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ കാൽക്കുലേറ്റ് ദി അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അല്ലെങ്കിൽ കേവല ആവർത്തനാങ്കം. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അതിന് നമ്മൾ അഥവാ നമുക്ക് എന്തെന്ന് പറയാം? ഇതിനെ കേവല ആവർത്തനാങ്കം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന കാര്യം. അപ്പോൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എപ്പോഴും അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? എയറിലെ ലൈറ്റിൻ്റെ സ്പീഡിനെ ഏത് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താനായിട്ട് പറ്റും. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇക്വേഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബോർഡിലുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇപ്പോൾ ചിത്രത്തിലേക്ക് നോക്കൂ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വാട്ടറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് കടക്കുന്ന ഒരു പ്രകാശരശ്മിയുടെ പാതയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ജലത്തിൽ നിന്നും ഗ്ലാസ്സിലേക്ക് കടക്കുന്ന പ്രകാശരശ്മിയുടെ പാത ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ജലത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുന്ന ഒരു പ്രകാശരശ്മിയുടെ പാതയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എ ലൈറ്റ് റേ പാസിംഗ് ഫ്രം വാട്ടർ ടു ഗ്ലാസ്. ഇവിടെ നമുക്ക് ഗ്ലാസിൻ്റെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വാട്ടറിൻ്റെയും റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആൻഡ് ആൾസോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. അപ്പോൾ മീഡിയം 1 ഏതാണ്? വാട്ടറാണ് അല്ലേ? മീഡിയം 2 എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ കണ്ടുപിടിക്കണം. നിങ്ങളാദ്യം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, അതായത് സെക്കൻഡ് മീഡിയം ആണല്ലോ ഗ്ലാസ്, ഫസ്റ്റ് മീഡിയം വാട്ടറാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം എന്തായിരിക്കും? എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും നമ്മളതിനെ? എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? N21 ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദി ഫസ്റ്റ് മീഡിയം ആണ് N21.
അപ്പോൾ N21 ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു N21 ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ് N21 ഈസ് ഈക്വൽ ടു V1/V2 ആണ്. വളരെ സിമ്പിളാണ് അല്ലേ. N21 ഈസ് ഈക്വൽ ടു V1/V2. അപ്പോൾ ഇവിടെ V1 എന്ന് പറയുന്നത് ഫസ്റ്റ് മീഡിയം വാട്ടറിലെ ലൈറ്റിൻ്റെ സ്പീഡാണ്. V2 എന്ന് പറയുന്ന ഗ്ലാസ്സിലെ ലൈറ്റിൻ്റെ സ്പീഡാണ്. അപ്പോൾ N21 ഈസ് ഈക്വൽ ടു V1/V2. ദാറ്റ് ഈസ് N21 ഈസ് ഈക്വൽ ടു വാട്ടറിലെ ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ് 2.25 ഇൻറ്റു 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. 2.25 ഇൻറ്റു 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഗ്ലാസ്സിലെ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് എത്ര വാല്യൂ ആണ് കിട്ടുന്നത്? എത്ര 2.25 ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.125 എന്നാണ് ആൻസർ വരുന്നത് അല്ലേ. 1.125 എന്ന് വരും. നമുക്കതിനെ 1.13 എന്ന് വേണമെങ്കിൽ എഴുതാം. 1.13. അപ്പോൾ കണ്ടോ ഇവിടെ കിട്ടിയത് എന്താണ്? ദിസ് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. നേരത്തെ നമ്മൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിച്ചു 1.5 കിട്ടി. അതേത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. കേട്ടോ അവിടെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് 1.5 എന്ന് കിട്ടിയത്. ഇവിടെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എയർ ആണ്. അവിടെ 1.5 എന്ന് കിട്ടിയത്. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആണ്. ദെൻ വി ഗെറ്റ് ഇറ്റ് ഈസ് 1.125. അതിനാണ് നമ്മൾ റൗണ്ട് ചെയ്ത് 1.13 എന്ന് എഴുതിയത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കണ്ടുപിടിക്കാമല്ലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്, ദാറ്റ് ഈസ് മീഡിയം 1 ആണ് വാട്ടർ അല്ലേ. മീഡിയം 2 എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദി സെക്കൻഡ്. എങ്ങനെ എഴുതാം? N12 എന്ന് എഴുതാം അല്ലേ. N12 ഈസ് ഈക്വൽ ടു V2/V1 ആണ്. V2 എന്ന് പറയുന്നത് ഗ്ലാസ്സിലെ ലൈറ്റിൻ്റെ സ്പീഡാണ്. ഗ്ലാസ്സിലെ ലൈറ്റിൻ്റെ സ്പീഡ് നമുക്കറിയാം എത്രയാണ്? 2 ഇൻറ്റു 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി വാട്ടറിലേക്ക് വരുമ്പോൾ 2.25 ഇൻറ്റു 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ വി ഗെറ്റ് 2/2.25 അല്ലേ. 2/2.25 എന്നാണ് കിട്ടുന്നത്. അതെങ്ങനെ വരും? 0.888 എന്നാണ് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് തന്നെ റൗണ്ട് ചെയ്ത് 0.89 എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ കണ്ടുപിടിച്ചതാണ് അല്ലേ. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾക്ക് കിട്ടിയത് 1.33 എന്നാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ വരുമ്പോൾ 0.89 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണ്. നമുക്ക് എന്ത് കിട്ടുന്നത്? 0.89 എന്ന് കിട്ടുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനും അറിയാം അല്ലേ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കണ്ടുപിടിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരണം. വിവിധ മാധ്യമങ്ങളുടെ അപവർത്തനാങ്കം തന്നിരിക്കുന്നു. പട്ടിക വിശകലനം ചെയ്ത് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കുറിക്കുക. ജലം 1.33, സൺഫ്ലവർ ഓയിൽ 1.47, വജ്രം 2.42, മണ്ണെണ്ണ 1.44. എ. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമമേത്? പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമമേത്? ബി. പ്രകാശവേഗം ഏറ്റവും കൂടിയ മാധ്യമവും പ്രകാശവേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമവും ഏത്? സി. ജലത്തെ അപേക്ഷിച്ച് വജ്രത്തിന്റെ അപവർത്തനാങ്കം 0.54 ആയാൽ വജ്രത്തെ അപേക്ഷിച്ച് ജലത്തിന്റെ അപവർത്തനാങ്കം എത്രയായിരിക്കും? Refractive index of some media are given below. Analyze the table and answer the following question. Water 1.33, sunflower oil 1.47, diamond 2.42, kerosene 1.44.
A. Choose the media of highest and lowest optical density from the table. B. What are the media having highest and lowest velocity of light? C. If the refractive index of diamond with respect to water is 1.8, then what is the refractive index of water with respect to diamond? ചില മാധ്യമങ്ങളുടെ അപവർത്തനാങ്കം തന്നിരിക്കുന്നു. ജലം 1.33, സൺഫ്ലവർ ഓയിൽ 1.47, പൈറക്സ് ഗ്ലാസ് 1.47, ഗ്ലിസറിൻ 1.47. ഗ്ലിസറിൻ, ജലം, സൺഫ്ലവർ ഓയിൽ എന്നിവ ഒരു ബീക്കറിൽ ക്രമമായി എടുക്കുന്നു. അതിൽ സാധാരണ ഗ്ലാസ് റോഡും പൈറക്സ് ഗ്ലാസ് റോഡും താഴ്ത്തുന്നു. എ. സാധാരണ ഗ്ലാസ് റോഡും പൈറക്സ് ഗ്ലാസ് റോഡും ദൃശ്യമാകുന്നത് ഒരുപോലെയാണോ? ബി. ഏതെല്ലാം മാധ്യമങ്ങളിലാണ് അവ ദൃശ്യമാകുന്നത്? ഉത്തരം സാധൂകരിക്കുക. Refractive index of some media are given below. Water 1.33, sunflower oil 1.47, pyrex glass 1.47, glycerin 1.47. Glycerin, water and sunflower oil are taken in 2 beakers. A glass rod is dipped in one and a pyrex glass rod is dipped in the other. Do the glass rod and pyrex glass rod appear in the same way? A. Do the glass rod and pyrex glass rod appear in the same way? B. In which media are they visible? Justify your answer. അപ്പോൾ ഇവിടെ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സയൻസ് തിയറിയിൽ എഴുതിയെടുത്തല്ലോ. ഈ 2 ക്വസ്റ്റ്യൻ്റെയും ഉത്തരങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് എല്ലാവരും ചെയ്തുകൊണ്ട് വരണം. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.